ദയവ് ചെയ്തെന്നെ സഹായിക്കണേ. എനിക്കിതുപോലെ ഒന്ന് ഓപ്പറേഷൻ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് കടം തന്നാൽ എങ്ങനെ തിരിച്ചു തരാൻ പറ്റും? നീ ചത്തുപോകൂലേ? രണ്ടുപേര് ലോൺ എടുത്ത് തന്നിട്ട് തന്നെ മുഖത്ത് നോക്കി പറയണം എത്രയും പെട്ടെന്ന് ഞങ്ങളെ ലോൺ തീർത്ത് തരണം. നീ ചത്ത എങ്ങനെ തിരിച്ചടക്കുമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ കഴുത്ത് പഴുക്കുകയൊക്കെ ചെയ്യുന്നു, ഇവിടെ ധാരമുണ്ട്, പഴുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ചത്തു പോകുന്നുള്ള പേടിയുണ്ട്. എത്ര നാളായെന്നറിയാമോ ഞാൻ ഇത്തിരി ഉറങ്ങാൻ പറ്റത്തില്ല. ഉറങ്ങുമ്പോൾ ഇറുവി പിടിക്കും. അത് പേടിച്ച് ഉറക്കമില്ല രാത്രിയല്ല. സഹിക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞ വേദന വന്നാൽ നമുക്ക് ഇത് ഇറുവെന്ന് അനുസരിച്ചാണ് വേദന. അത് ഈ നരമ്പെല്ലാം ഇറുവുമ്പോൾ വേദന കൊണ്ട് ഇരിക്കാൻ വയ്യാത്തോണ്ട് നടക്കുന്നതാണ്, അല്ലാതെ അസുഖം കുറഞ്ഞിട്ടാണ് നടക്കുന്നതല്ലത്. വർഷങ്ങളായി തനിക്കുണ്ടായ അപകടത്തിൽ നിന്ന് കരകയറാനാകാതെ യുവതി സുമനസ്സുകളുടെ സഹായം തേടുന്നു. വിളക്കിൽ നിന്ന് തീ പടർന്നുണ്ടായ അപകടത്തിൽ ദേഹമാകെ പൊള്ളലേറ്റ കല്ലുവാതുക്കൽ ചിറക്കര സ്വദേശിനിയായ ശ്രീജയാണ് തുടർ ചികിത്സയ്ക്ക് സഹായം തേടുന്നത്. ചികിത്സയുടെ ഭാഗമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 3 ശസ്ത്രക്രിയകൾ ചെയ്തെങ്കിലും ഇനിയും തുടർ ചികിത്സ വേണമെന്നും ശസ്ത്രക്രിയകൾ നടത്തണമെന്നുമാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ഇത് മോളെ കയ്യിൽ നിന്ന് പറ്റിപ്പോയതാണ്, വിളക്ക് തട്ടി വീണതാണ്. അതിപ്പം 8-9 വർഷമായി. അതിനുശേഷം ഞാൻ കുറേ ഓപ്പറേഷനുകൾ ചെയ്ത്, പക്ഷേ ഇപ്പോൾ എൻ്റെ കഴുത്തിലിങ്ങനെ കമ്പി ഇട്ടിട്ടുണ്ട്. എനിക്കത് ഓപ്പറേഷൻ ചെയ്യാൻ വേറെ ഒരു വഴിയുമില്ല. അത് ഓപ്പറേഷൻ ചെയ്യാത്തതുകൊണ്ട് എനിക്കൊന്നും തിന്നാൻ പോലും പറ്റുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ തന്നെ ഓരോരുത്തരെടുത്ത് നിന്ന് എനിക്ക് 33 വയസ്സുണ്ടാകും. ഞാൻ ഓരോരുത്തരെടുത്ത് നിന്ന് കൈ നീട്ടുന്നത് സത്യമായിട്ട് അത്രയ്ക്ക് വിഷമമായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് കൊടുക്കുന്നത്. ഒരുപാട് പേര് പറയും ഈ പ്രായത്തിൽ ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ചോദിക്കും. പക്ഷെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. വേറെ എനിക്ക് എന്തിനും എല്ലാവരും നോക്കി എന്നെ തളർന്ന്. അണ്ണനെ കുറിച്ചൊന്നും പറയണ്ട. കുഴപ്പമില്ല, എന്നാലും ഇനി അവരെ കൊണ്ടും പറ്റത്തില്ല. 7-8 വർഷം കൊണ്ട് നോക്കുന്നതാണ്. എന്നെ കൊണ്ടാണെങ്കിൽ ഒരു ഉപയോഗവും ഇല്ല. പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാനാണെങ്കിൽ ആശുപത്രിയിൽ വരെ കടമാണ് പറഞ്ഞേക്കുന്നത്. സത്യമാണ്. പോയി ആശുപത്രിയിൽ ചോദിച്ചു നോക്ക്. ആശുപത്രിയിൽ ഇന്നലെ അത് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടേ പറയുള്ളൂ. അവർ ഇഞ്ചക്ഷൻ എടുക്കൂലെന്നും പോണ്ട് ഞാൻ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടാണ് പറയുന്നത് 100 രൂപ 50 രൂപ കുറവുണ്ടെന്ന് പറയുന്നത്. എനിക്കല്ലാതെ ഉടുപ്പിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 80 പൊള്ളലുണ്ട്. നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എഴുതി മേടിച്ചുകൊണ്ട് കുറച്ച് എഴുതി തന്നോളൂ. ഇങ്ങനെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പറ്റിപ്പോകുമെന്നും പറഞ്ഞു. നമുക്ക് 5-ൻ്റെ അന്നൊക്കെ ആയപ്പോൾ ഒരു പൈസ ഇല്ലായിരുന്നു ആശുപത്രിയിൽ. സഹായത്തിനായി ആരുമില്ലാത്ത ശ്രീജയ്ക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലുമാണ്. ഭർത്താവിൻ്റെ ദൈനംദിന വരുമാനത്തിലാണ് ചിലവുകൾ നടത്തുന്നത്. മുറിവിൽ നിന്ന് അണുബാധയേറ്റതോടുകൂടി ഇപ്പോൾ വേദനയെ തുടർന്ന് അതിനുള്ള ചികിത്സയ്ക്കെത്തിയപ്പോഴാണ് വീണ്ടും ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ദയവ് ചെയ്തെന്നെ സഹായിക്കണേ. എനിക്കിതുപോലെ ഒന്ന് ഓപ്പറേഷൻ ചെയ്താൽ മാത്രം മതി. കമ്പി എടുക്കണം ഓപ്പറേഷൻ ചെയ്ത്. 3 ലക്ഷം രൂപ ആവുമെന്ന് പറഞ്ഞു. 3 ലക്ഷം രൂപ ആവുമെന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം ഈ തൊടേന്ന് തൊലിയൊക്കെ എടുത്താണ് വെച്ചേക്കുന്നത്. ഇനി ഇപ്പുറത്തെ കാലിൽ നിന്ന് തൊലി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പുറത്തെ കാലിൽ നിന്ന് 2 പ്രാവശ്യം എടുത്തത്. പിന്നെ ഈ വിരലെല്ലാം തമ്മി ഒട്ടിയിരുന്ന് വിരൽ ഓപ്പറേഷൻ ചെയ്യുന്നു. ഒരു വീട്ടിൽ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത് പൈസ. അത് എല്ലാവർക്കും പേടി. എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് കടം തന്നാൽ എങ്ങനെ തിരിച്ചു തരാൻ പറ്റും? നീ ചത്തുപോകൂലേ? 2 പേര് ലോൺ എടുത്ത് തന്നിട്ട് തന്നെ മുഖത്ത് നോക്കി പറയണം എത്രയും പെട്ടെന്ന് ഞങ്ങളെ ലോൺ തീർത്ത് തരണം. നീ ചത്ത എങ്ങനെ തിരിച്ചടക്കുമെന്നാണ് ചോദിക്കുന്നത്. അവർക്കൊക്കെ നല്ല പേടിയുണ്ട്. ഞാൻ കഴുത്ത് പഴുക്കുകയൊക്കെ ചെയ്യുന്നു, ഇവിടെ ധാരമുണ്ട്, പഴുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ചത്തു പോകുന്നുള്ള പേടിയുണ്ട്. ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്
ഈ ലോണിൻ്റെ നമ്മൾ മരിച്ചു പോയാൽ നമുക്ക് തിരിച്ചടയ്ക്കണ്ട. അപ്പം ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് അങ്ങ് എന്തെങ്കിലും പറ്റിയെങ്കിലെന്ന്. ഇത്ര നാളായെന്നറിയാമോ ഞാൻ ഇത്തിരി ഉറങ്ങാൻ പറ്റത്തില്ല. ഉറങ്ങുമ്പോൾ അങ്ങ് ഇറുവി പിടിക്കും. അത് പേടിച്ച് ഉറക്കമില്ല രാത്രികളിൽ. $3 ലക്ഷം. സഹായിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അവരെ കൊണ്ട് ഇനി പറ്റത്തില്ലെന്നാ. ഇത്രയും വർഷം കിടന്ന് നോക്കിയിൽ ഒരാൾ നോക്കുന്നതിനൊരു ഇതില്ലേ. എപ്പോഴും ഇതിന് ഇഞ്ചക്ഷൻ എടുത്തെങ്കിലും എനിക്ക് ഒരു തെളിപ്പാണ്ട് ചൂടായപ്പോൾ എല്ലായിടും പൊട്ടുന്നു. അതാണ് ഒട്ടും വയ്യാത്ത. ഇവിടെ എല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് എന്നെ ചൊറിഞ്ഞ് പൊട്ടിച്ചു വെച്ചേക്കുന്ന വേദന വരുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ വേദന വന്നാൽ നമുക്ക് ഇത് ഇറുവുന്നനുസരിച്ചാണ് വേദന. ലൂസായിരിക്കുമ്പോൾ വേദനയില്ല, ഇത് ഇറുവി പിടിക്കുമ്പോൾ ഭയങ്കര വേദനയാണ്. ഉടൻ ചെയ്യേണ്ട ശസ്ത്രക്രിയയ്ക്ക് 3 ലക്ഷം രൂപയോളം ചിലവ് വരുമെന്നും മെഡിസിറ്റി ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നു. തൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്ന പ്രേക്ഷകർ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവതി. വിസ്മയ ന്യൂസ്, പാരിപ്പള്ളി.